ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ 3 പ്രതികളെ കോടതി വീണ്ടും റിമാൻഡ് ചെയ്തു. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി, 2, 3 പ്രതികളായ മുരാരി ബാബു, KS ബൈജു എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത്. നിലവിലെ റിമാൻഡ് കാലാവധി അവസാനിച്ചതോടെയാണ് പ്രതികളെ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയത്. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ നാളെയാണ് വിജിലൻസ് കോടതി വിധി പറയുന്നത്. വിവരങ്ങൾ M. മനോജ് നൽകും കൊല്ലത്ത് നിന്നും. മനോജ്, എന്തായാലും ഈ ശബരിമല സ്വർണ്ണ കവർച്ച എന്നത് പറഞ്ഞത് ഭാരതത്തിൽ തന്നെ ഞെട്ടിച്ചൊരു ക്ഷേത്ര കൊള്ളയാണെന്ന് തന്നെ പറയേണ്ടി വരും. എന്നാൽ ആ കേസിൽ ഇപ്പോൾ 3 പ്രതികൾ റിമാൻഡിലായിരിക്കുന്നു. അപ്പോഴും അന്വേഷണ സംഘത്തിന് ഇതുവരെയും ഈ പ്രതികൾക്കെതിരെയുള്ള വ്യക്തമായ തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനിയും ബാക്കി സ്വർണം കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഒരുപാട് വെല്ലുവിളികളുണ്ട്. എന്തായാലും ഈ പ്രതികളെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. ഇനിയുള്ള അന്വേഷണ സംഘത്തിന്റെ നീക്കം അതെന്തായിരിക്കും? അശ്വതി, നിലവിൽ ഉണ്ണികൃഷ്ണൻ പൂറ്റിയെയും മുരാരി ബാബുവിനെയും അതോടൊപ്പം തന്നെ KS ബൈജുവിനെയുമാണ് വീണ്ടും റിമാൻഡ് കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് വീണ്ടും കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഒന്നാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പൂറ്റിയെയും അതോടൊപ്പം തന്നെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ടുള്ള മുരാരി ബാബുവിനെയും ഡിസംബർ 24 വരെയാണ് റിമാൻഡ് ചെയ്തിട്ടുള്ളത്. ഈ മുൻ തിരുവാഭരണം കമ്മീഷണറായിട്ടുള്ള KS ബൈജുവിനെ ഡിസംബർ 19 വരെയും റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് മറ്റ് നടപടികളിലേക്ക് അടക്കം കടക്കേണ്ടതുണ്ട്. ഈ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ ഇരു കേസുകളിലും പ്രതികളാണ് ഈ മുരാരി ബാബുവും അതോടൊപ്പം തന്നെ KS ബൈജുവും. അപ്പോൾ മറ്റ് കാര്യങ്ങൾ കൂടെ ഈ റിമാൻഡ് കാലാവധിയിൽ തന്നെ ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വിജിലൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. അതോടൊപ്പം തന്നെ ദേവസ്വം മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള A. പത്മകുമാർ, മുൻ MLA യും CPM നേതാവ് കൂടിയായിട്ടുള്ള പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ നാളെയാണ് കൊല്ലം വിജിലൻസ് കോടതി വിധി പറയുന്നത്. തനിക്ക് മാത്രമല്ല കൂട്ടുത്തരവാദിത്തമാണെന്നും അതോടൊപ്പം തന്നെ പ്രായത്തിന്റെ പരിഗണന നൽകണമെന്നും ഒക്കെ ജാമ്യാപേക്ഷയിൽ A. പത്മകുമാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് കോടതി പരിഗണിക്കുമോ എന്നുള്ളതാണ്. അതായത് കൃത്യമായും ഇതിനു മുമ്പ് ജാമ്യ ഹർജി സമർപ്പിച്ചിട്ടുണ്ടായിരുന്ന മുരാരി ബാബു ആയാലും അതോടൊപ്പം തന്നെ KS ബൈജു ആയാലും എല്ലാവരുടെയും ജാമ്യ ഹർജി കോടതി തള്ളിയിട്ടുണ്ട്. സ്വാഭാവികമായും പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയും അത്തരത്തിൽ തള്ളാനാണ് സാധ്യത. അതേസമയം തന്നെ സുധീഷ് കുമാറിന്റെ, അതായത് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്ന സുധീഷ് കുമാറിന്റെ ഈ ജാമ്യാപേക്ഷയും വരും ദിവസങ്ങളിൽ വിധി പറയുന്നുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശങ്ക എന്ന് പറയുന്നത് ED കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ അപേക്ഷയുമായി ബന്ധപ്പെട്ട് കൊല്ലം വിജിലൻസ് കോടതിയെ സമീപിക്കുമ്പോൾ അതിന് തടയിടുന്ന ഒരു സമീപനം സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. അതായത് SIT അന്വേഷിച്ചാൽ മതി എന്നുള്ള നിലപാടാണ്. SITക്ക് ഈ രേഖകൾ EDക്ക് കൈമാറാൻ പാടില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ കൈമാറുന്നതിലെ വിയോജിപ്പ് കോടതിയിൽ അറിയിച്ചിരുന്നു. എന്തായാലും ED മറ്റു നടപടികളിലേക്ക് അടക്കം കടക്കുമെന്നാണ് അറിയുവാൻ സാധിച്ചിട്ടുള്ളത്. കാരണം മനോജ്, ഈ പത്മകുമാറിന്റെ മൊഴിയിലടക്കം കടകംപള്ളി സുരേന്ദ്രനെതിരെ നിർണായകമായ ചില വിവരങ്ങളുണ്ട്. ഇപ്പോഴും അന്വേഷണ സംഘം കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എത്തിയിട്ടില്ല. എന്തുകൊണ്ടാകാം കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എത്താൻ അന്വേഷണ സംഘത്തിന് ഇത്ര പ്രയാസം? നിലവിലിപ്പോൾ കേസിൽ 6 പ്രതികളാണ് അറസ്റ്റിലായിട്ടുള്ളത്. A. പത്മകുമാറിനെയാണ് അവസാനമായി അറസ്റ്റ് ചെയ്തത്. അതായത് CPMന്റെ നേതാവായിട്ടുള്ള പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇനിയുള്ള അന്വേഷണം അത് രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് പോകുമോ എന്നുള്ള ഒരു ആശങ്ക സർക്കാരിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മറ്റൊരു ഏജൻസി ഈ കേസ് അന്വേഷിക്കേണ്ട എന്നുള്ള കാര്യം, അത് സർക്കാർ അതിലേക്ക് എതിർക്കുന്നത്. അതായത് കോടതിയിൽ തന്നെ പരസ്യമായി പ്രോസിക്യൂട്ടർ ഈ കാര്യം എതിർക്കുകയാണ്. എന്തായാലും ഈ മൊഴികളിലൊക്കെ തന്നെ പലരുടെയും പേരുകൾ, ഈ പത്മകുമാർ ആയാലും അതോടൊപ്പം തന്നെ N. വാസു ആയാലും ഇവരിൽ നിന്നൊക്കെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യം കൂടെയാണ്. അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് അന്വേഷണം പോവുകയാണെങ്കിൽ അത് LDFനെ ബാധിക്കുമോ അല്ലെങ്കിൽ സർക്കാരിനെ അത് ബാധിക്കുമോ എന്നുള്ള ഒരു ആശങ്ക അത് പാർട്ടിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അന്വേഷണം ഇങ്ങനെ ഇഴയാൻ കാരണം. എന്തായാലും പത്മകുമാറിന് ശേഷം മറ്റൊരു അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം കടന്നിട്ടില്ല എന്നുള്ളതാണ്. SIT ഉപയോഗിച്ചുകൊണ്ട് ഈ അന്വേഷണം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ശരിയായ പ്രതികളിലേക്ക് ഈ അന്വേഷണം എത്തുമോ എന്നുള്ളത് തീർച്ചയായും മനോജ്. അപ്പോഴും ഈ KT ശങ്കർദാസൻ അടക്കമുള്ളവർ ഇപ്പോഴും പുറത്താണ്. ഉടനെ അറസ്റ്റ് ഉണ്ടാകുമെന്ന് പറയുന്നു. പക്ഷേ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രം അറസ്റ്റിലേക്ക് നീങ്ങാമെന്നാണ് സർക്കാർ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ നിർണായകമായിട്ടുള്ള ഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ശബരിമല കേസിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടായാൽ അത് സർക്കാരിനെ പ്രതികൂലമായി ബാധിക്കും, അല്ലെങ്കിൽ LDFനെ പ്രതികൂലമായി ബാധിക്കും എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഇതിന് പിന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവിക നടപടികളുമായി ഇപ്പോൾ ഈ സ്വർണ്ണക്കവർച്ച കേസ് മുന്നോട്ട് പോവുകയാണ്. കാരണം ഈ റിമാൻഡ് എക്സ്റ്റൻഷനൊക്കെ തന്നെ സ്വാഭാവികമായിട്ടും കോടതി നടപടികളാണ്. അത് മാത്രം ഇങ്ങനെ ചെയ്തു പോവുകയാണ്. ശരി മനോജ്, കാര്യങ്ങൾ വ്യക്തമാണ്. എന്തായാലും പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കുമെന്നാണ് മനോജ് വ്യക്തമാക്കിയത്.